കുട്ടികൾക്ക് സാധാരണയായി ഉണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ബേസിക് ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാനാണ് കിഡ്സ് ഹെൽത്ത് ടോക്സ് എന്ന ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് നമുക്കറിയാം, കുട്ടികൾക്കെല്ലാം പനി ഉണ്ടാവുന്നത് സാധാരണയാണ്. പക്ഷെ എപ്പോഴാണ് നമ്മൾ പനിയെ പേടിക്കേണ്ടത്, എപ്പോൾ നമ്മൾ ചികിത്സ തേടണം എന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ആദ്യമായി നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, പനി എന്നത് ഒരു രോഗത്തിൻ്റെ ലക്ഷണം മാത്രമാണ്. പനി ഒരു രോഗമല്ല. കുട്ടികൾക്ക് കൂടുതലായും ഉണ്ടാകുന്നത് വൈറൽ പനികളാണ്. വൈറൽ പനികളെ നമ്മൾ മിക്കപ്പോഴും പേടിക്കേണ്ടതില്ല. അപ്പോൾ പനി തുടങ്ങിയാൽ എപ്പോൾ ചികിത്സ തേടണം എന്ന് നോക്കാം. തെർമോമീറ്റർ ഉണ്ടെങ്കിൽ 100 ഡിഗ്രി ഫാരൻഹീറ്റിന് മേളിൽ ടെമ്പറേച്ചർ ഉണ്ടെങ്കിലാണ് പനിക്ക് നമ്മൾ പാരസെറ്റമോൾ ആണെങ്കിലും കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. 3 ദിവസത്തിൽ കൂടുതൽ പനി നീണ്ടു നിൽക്കുകയാണെങ്കിൽ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. സാധാ ഒരു വൈറൽ പനിയാണോ അല്ലെങ്കിൽ കൂടുതൽ ചികിത്സ ആവശ്യമുള്ള പനിയാണോ എന്ന് നിർണ്ണയിക്കാൻ ഇത് അത്യാവശ്യമാണ്. അതുകൊണ്ട് കഠിനമായ ഛർദിയോ വയറിളക്കമോ ഉണ്ടെങ്കിൽ, പനി ഉള്ളപ്പോഴുള്ള ക്ഷീണവും മയക്കവുമൊക്കെ സാധാരണയാണ്. പനി വിട്ടാലും കുഞ്ഞ് തീരെ ആക്റ്റീവ് അല്ലാതിരിക്കുക എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. പനിയുള്ളപ്പോൾ വിശപ്പ് കുറവ് സാധാരണയാണ്. പക്ഷേ കുട്ടി എല്ലാ ഭക്ഷണങ്ങളും വെള്ളം ഉൾപ്പെടെ നിരസിക്കുകയാണെങ്കിൽ ഉണ്ടാവാവുന്ന നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ പ്രശ്നമുണ്ടാക്കാവുന്ന ഒരവസ്ഥയാണ്. പറഞ്ഞതുപോലെ കുട്ടികൾക്കുണ്ടാകുന്ന പനികൾ മിക്കവാറും വൈറൽ പനികളാണ്. അപ്പോൾ വൈറൽ പനികൾക്ക് സാധാരണയായി കാണുന്ന ചില ലക്ഷണങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. വൈറൽ പനികളാകുമ്പോൾ പനിയുടെ കൂടെയോ പനിക്ക് ശേഷമോ ശരീരത്തിൽ തിണർപ്പുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ 5ാം പനിയോ ചിക്കൻ പോക്സോ പോലെയുള്ള പനികളായി ഇതിനെ സംശയിക്കുന്നുണ്ടെങ്കിൽ വിദഗ്ധ ചികിത്സ തേടേണ്ടതാണ്. പനിയുള്ളപ്പോൾ തലവേദനയും ദേഹം മുഴുവനുമുള്ള പേശിവേദനയും വൈറൽ പനികൾക്ക് സാധാരണയായി ഉണ്ടാവുന്നതാണ്. ജലദോഷവും തൊണ്ടവേദനയും വൈറൽ പനികളിൽ സാധാരണയായി കാണുന്ന 2 ലക്ഷണങ്ങളാണ്. അപകട സൂചനകൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ്. സ്വാരം അഥവാ കോട്ടലുണ്ടാവുക, ക്ഷയം അഥവാ കൂടുതൽ മയക്കം കാണിക്കുക, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, കുട്ടി ആഹാരവും വെള്ളവും എല്ലാം നിരസിക്കുകയാണെങ്കിൽ അഥവാ പനിയുടെ കൂടെ കടുത്ത ഛർദിയോ വയറിളക്കമോ ഉണ്ടാവുകയാണെങ്കിൽ ശരീരത്തിലെ ജലാംശം കുറഞ്ഞ് നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ മൂലമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുട്ടികളിലെ ഒരു പ്രായക്കാരിൽ പനിയുടെ കൂടെ കോട്ടൽ സാധാരണയായിട്ട് ഉണ്ടാവാറുണ്ട്. കുടുംബത്തിൽ ആർക്കെങ്കിലും പനിയുടെ കൂടെ കോട്ടൽ നേരത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ആൺകുട്ടികളിലാണ് ഇങ്ങനെ പനിയുടെ കൂടെയുള്ള കോട്ടൽ കൂടുതലായി കണ്ടുവരുന്നത്. മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളിലാണ് ഇങ്ങനെ പനിയുടെ കൂടെയുള്ള കോട്ടൽ ഉണ്ടാവുന്നത്. കോട്ടൽ 15 മിനിറ്റിൽ താഴെ സാധാരണയായി നീണ്ടു നിൽക്കാറുള്ളൂ. തുടങ്ങിയാൽ ഒരു തവണയെ പനിയുടെ കൂടെ ഇങ്ങനെ കോട്ടൽ ഉണ്ടാവുകയുള്ളൂ. ഉണ്ടാവുമ്പോൾ കണ്ണുകൾ രണ്ടും മുകളിലോട്ട് പോകാം,
ശരീരത്തിൻ്റെ 2 ഭാഗങ്ങളെയും ഉൾപ്പെടുന്ന ചലനങ്ങൾ ഉണ്ടാകാം. അറിയാതെ മലമൂത്ര വിസർജനമുണ്ടാവാം. പനി കുറയുന്നതിനായി പാരസെറ്റമോൾ കുട്ടിയുടെ വെയിറ്റ് അനുസരിച്ചുള്ള കറക്റ്റ് ഡോസ് 4 മുതൽ 6 മണിക്കൂർ ഗ്യാപ്പിൽ, അതായത് മിനിമം 4 മണിക്കൂർ ഗ്യാപ്പിൽ കൊടുക്കാവുന്നതാണ്. ചൂടുവെള്ളം കൊണ്ട് ദേഹം മുഴുവൻ നനച്ചു തുടയ്ക്കണം. ധാരാളം വെള്ളം കുടിക്കാൻ കൊടുക്കുക. എളുപ്പം ദഹിക്കാവുന്ന ആഹാരം നൽകുക, അതായത് അരിയാഹാരം, ആവി വേവിച്ച ഭക്ഷണം എന്തുമാവാം.